6 പൈസ എന്നുള്ള എസ് മാറി. ബസ്സിൽ കയറാൻ മിനിമം 10 പൈസ വേണം. വലിയ എമൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും, എൻ്റെ ചേട്ടൻ കെ എസ് പ്രദീപ്, കെ എസ് പ്രകാശ്, ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 60 പൈസ തരും ഒരു ദിവസം. കാരണം ഇങ്ങോട്ടും അങ്ങോട്ടും. അപ്പോൾ ഒരാൾക്ക് 20 പൈസയാണ്. അപ്പോൾ നമുക്ക് എറണാകുളത്ത് ചിൽഡ്രൻസ് പാർക്ക് വന്നു. അവിടെ ഈ സ്കൂട്ടർ, സൈക്കിൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓടിക്കണം. ഇതിനൊന്നും അന്നൊന്നും ചോദിച്ചാൽ പൈസ കിട്ടില്ല, അറിയാമല്ലോ, പണ്ടത്തെ കാലഘട്ടമല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്തിരി നേരത്തെ അങ്ങ് നടക്കും. എറണാകുളം സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ അവിടെ നിന്ന് ഷേണൈസ് വഴി കറങ്ങി ആ ഇൻ്റർനാഷണൽ ഹോട്ടൽ, കവിത വഴി ഇൻ്റർനാഷണൽ ഹോട്ടൽ വഴി വീക്ഷണം വഴി അങ്ങ് നടന്ന് സെൻറ്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിലെത്തും. അപ്പോൾ 10 പൈസ ലാഭിച്ചു. തിരിച്ചു വരുമ്പോഴും 10 പൈസ ലാഭിച്ചു. 20 പൈസയായി. അങ്ങനെ ഞങ്ങൾ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ സൈക്കിൾ, ഈ പൈസയായിട്ട് ഞങ്ങൾ സൈക്കിൾ ഓട്ടാൻ പോകും. അങ്ങനെ ചിൽഡ്രൻസ് പാർക്കിൽ ചെന്നിട്ട് അവിടെ ജീപ്പ്, ഞങ്ങൾ അവിടുത്തെ ദാതാക്കന്മാരായിരുന്നു. കാരണം ഞങ്ങളൊരു 6 പേര് അവിടെ അങ്ങ് ചെന്നാലും അവിടെ 6 കാറേ ഉള്ളൂ. 6 കാറും തമ്മിൽ ചേസിങ് ആണ്. കാരണം അന്നത്തെ ഈ നമ്മുടെ ഈ സിനിമ ക്രേസ് ഉണ്ടല്ലോ, നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമ്മൾ അതേപോലെ സ്റ്റണ്ടൊക്കെയാണ് വീട്ടിൽ വന്നിട്ട് അതേപോലെ ശരിക്കും കാർ കൊണ്ടൊന്ന് ഇടിപ്പിക്കുക മറ്റേ കാറിനെ. അങ്ങനെ അപ്പം അവിടുത്തെ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വഴക്ക് പറയും ഞങ്ങളുടെ അടുത്ത്. എല്ലാവരും 6 പേരും 6 സ്ഥലത്തേക്ക് ഓടിക്കാൻ പറയും. വീണ്ടും ഞങ്ങളെല്ലാം കൂടെ ഒരുമിക്കും. ഒരു ബാഗിൽ കൊണ്ടൊന്ന് ഇടിക്കും ഓരോ കാറിൻ്റെ, സൈക്കിളിൻ്റെ. അതൊക്കെയായിരുന്നു അന്നത്തെ ഏറ്റവും ഭയങ്കര ഹോബി എന്ന് പറയുന്നത്. ഇപ്പോഴും ചിൽഡ്രൻസ് പാർക്കിൽ പോകുമ്പോഴും ഈ പിള്ളേരിങ്ങനെ സൈക്കിൾ ഓട്ടണ കാണുമ്പോഴൊക്കെ ഓർക്കും, പണ്ട് ഞങ്ങൾ ഇത് തുടങ്ങിയ സമയത്ത് ഞങ്ങളായിരുന്നു ആ പാർക്കിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പറഞ്ഞല്ലേ, അവിടെ വരുന്നവർക്കൊക്കെ അറിയാം ഞങ്ങൾ സൈക്കിൾ ഓട്ടുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ ഒരു കാലം. 10ാം ക്ലാസ് കഴിഞ്ഞു. വളരെ ചെറിയ മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാരലൽ കോളേജിലാണ് പഠിച്ചത്, മെയ്സ് ആർട്സ് കോളേജ്. പക്ഷേ അവിടെ വെച്ച് ഭയങ്കര രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഞാൻ പല പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഒന്നാമത് ഈ അവിടുത്തെ പാരലൽ കോളേജ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ല. ഇപ്പം 10-15 വർഷം മുമ്പൊക്കെ യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ട്. അന്നെന്ന് വെച്ചാൽ മറ്റു കോളേജിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ പാരലൽ കോളേജിലാണ്. ആ എറണാകുളം മാർക്കറ്റ് പരിസരത്തൊക്കെ നിരത്തി പിടിച്ചിങ്ങനെ കോളേജ്. ഓരോ കോളേജിലും 1000, 1500, 2000 വിദ്യാർത്ഥികളുണ്ടാവും. മെയ്സ് ആർട്സ്, മിൽട്ടൺസ് കോളേജ്, ഓൾ സെയിൻസ് കോളേജ്, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ വിനോത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര മിമിക്രിക്കൊക്കെ മത്സരം എന്ന് പറഞ്ഞാൽ ഏകദേശം 60 പേര് 70 പേരൊക്കെയാണ്. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോലും ഉണ്ടാവില്ല ഇത്രയും പേര്. അന്ന് എനിക്ക് മോണാക്കിലും മിമിക്രിക്കൊക്കെ പ്രൈസ് ഉണ്ട്. അന്ന് പ്രൈസ് കിട്ടിയിട്ട് ഞാനിപ്പോഴും മറക്കില്ല. അത് ഈ പ്രോഗ്രാം കൂടെ കഴിഞ്ഞ് സ്റ്റേജിൽ ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നടന്നു പോയില്ല, ബാക്കിൽ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ടങ്ങ് പോയി. ഞാനിങ്ങനെ എയറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് വാർത്തകൾ വായിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്ന്. പക്ഷേ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കോളേജിൽ എനിക്ക് പ്രൈസ് കിട്ടി, ഇൻ്റർ കോളേജിലൊക്കെ പ്രൈസ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മിമിക്രിയുടെ ആസ്ഥാന മിമിക്രി കലാകാരൻ ഗോമസ് എന്ന് പറഞ്ഞൊരു മാസ്റ്ററായിരുന്നു ഞങ്ങൾക്ക് കോമേഴ്സ് എടുത്തിരുന്നത്. സാവിത്രി ടീച്ചറായിരുന്നു അക്കൗണ്ടൻസി എടുത്തിരുന്നത്. അപ്പോൾ പുറകിലിരുന്ന്, ഞാൻ ഫ്രണ്ടിലിരിക്കുന്ന ആളാണ്, വളരെ ഷോർട്ടാണ് ഞാൻ. പുറകിലിരുന്ന് ആരോ ഒരാൾ ഈ ഒരു പട്ടിയുടെ ഒരു കുര വരച്ചു. സാറിങ്ങനെ എഴുതി തിരിഞ്ഞ് നോക്കുന്നത് എൻ്റെ മുഖത്തെ നോക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനല്ല. വീണ്ടും ക്ലാസ് തുടങ്ങി, പുള്ളി എഴുതാൻ തുടങ്ങി. പുറകിൽ നിന്ന് ഇതേപോലെ അടുത്ത ശബ്ദം. വീണ്ടും മാഷ് തിരിഞ്ഞു നോക്കുന്നത് തന്നെയാണ്. ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അല്ല സാറേ, സൈലൻസ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ പുറകിലിരിക്കുന്ന അവർ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. വീണ്ടും ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും അടുത്ത ശബ്ദം വന്നു. ഇതേപോലെ പശുവിൻ്റെ കരച്ചിലായിരുന്നു. അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രസാദ് ഔട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഒന്നും പറയണ്ട, ഔട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു മിമിക്രി കലാകാരനായതുകൊണ്ട് വേറെ ഏത് കുട്ടി വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എന്നെ പിടിച്ചാൽ പുറത്തിറക്കിയത്. 2 പ്രാവശ്യം ഇതേപോലെ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി. എന്നിട്ട് ഞാനത് കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയൊക്കെ പ്രൈസ് കിട്ടി ഏതൊരു ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഒരു ഗോമസ് സാർ എന്നെ പുറത്തിറക്കിയിട്ടുണ്ട്, ഈ സാർ എന്തെങ്കിലും ഇത് വായിക്കുന്നുണ്ടെങ്കിൽ പറയണം. അന്നും ശബ്ദം ഉണ്ടാക്കിയത് ഞാനല്ല, വേറെ കുട്ടികളായിരുന്നു ശബ്ദം ഉണ്ടാക്കിയത്. പക്ഷെ അതിനൊക്കെ ഈ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊരു മൈനസ് പോയിൻറ്റും കൂടെ ഉണ്ട്. എന്നെ പലപ്പോഴും ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട് ഈ ശബ്ദം പുറയുന്നത്. എനിക്കിപ്പോഴും ആരാണ് ആ ശബ്ദം ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും അറിയില്ല. 2-3 പേര് എനിക്ക് സംശയമുണ്ട്, പക്ഷേ എനിക്ക് പിടികിട്ടിട്ടില്ല ഇപ്പോഴും അത് ആരാണ് പുറയുന്ന ശബ്ദം ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒരു സ്റ്റാർ ലെവൽ വന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും അറിയാൻ തുടങ്ങി. വീണ്ടും പരിസരത്തുള്ളവരൊക്കെ അറിഞ്ഞു തുടങ്ങി നീ ശബ്ദം കാണിക്കും, മിമിക്രി കാണിക്കും എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സമിതികളൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. 50 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്.
പക്ഷേ എന്നെ ഒരു ഫ്രണ്ട് ജയചന്ദ്രൻ കടവന്ത്രയിലെ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് പോകണം. ഈ സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് അവർ വന്നത്, എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ബോട്ട് ജെട്ടിയിൽ ചെന്നു, ബോട്ട് കയറുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ദ്വീപിൽ വന്ന് ഇറങ്ങി. കുറേ കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു ചെറിയ ചെറിയ നാട്ടുവഴികളിലൂടെ നടന്നിട്ട് വീണ്ടും ഒരു കടവിലെത്തുകയാണ്. ആ കടവിലെത്തുമ്പോൾ അവിടെ ഒരു വള്ളത്തിൽ ഒരാൾ നിൽക്കുന്നു. ഈ വള്ളത്തിൽ തുഴഞ്ഞ് അപ്പുറത്തെ കടവിലെത്തുന്നു. ആ രണ്ടാമത്തെ കടവിൽ നിന്ന് ഇതേപോലെ ഇടവഴികളിലൂടെ പോയി ഞങ്ങളൊരു സന്ധ്യ ആയപ്പോൾ ഒരു അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൽ ഒരു കോളാമ്പിയും ഒരു മൈക്കും മാത്രമേ ഉള്ളൂ. സ്റ്റേജില്ല. സ്റ്റേജിന് പകരം മണ്ണ് വെച്ച് ഒരടി പൊക്കത്തിൽ കെട്ടിയിരിക്കുക. സ്ത്രീകൾ ഈ പഴയ നെല്ല് സിനിമയിലൊക്കെ കാണുന്ന പോലെ ചേല ഉടുത്തവരും ഉണ്ട്, സാരിയും ബ്ലൗസ് ഉടുത്തവരൊക്കെ ഉണ്ട്. ഇവരുടെ മുമ്പിൽ നിന്ന് ഞാൻ ഈ ഇംഗ്ലീഷ് ട്രെയിലർ, കുതിരയൊക്കെ ഇതൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ അത്ഭുതത്തോടെ നോക്കിയ അതേപോലെ തന്നെ ഈ റോക്കറ്റ് വിക്ഷേപണം, അതൊക്കെ അന്നത്തെ എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമായിരുന്നു. ഇതൊക്കെ കാണിച്ചു, ഭക്ഷണമൊക്കെ തന്നു. 20 രൂപയാണ് എനിക്ക് തന്നതെന്ന് എൻ്റെ ഓർമ്മ. 15-20 രൂപ. വലിയ എമൗണ്ട് ആട്ടോ അതൊക്കെ. ഇപ്പം നിങ്ങൾക്കൊക്കെ ചിരി വരും ഒരു പക്ഷേ. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പരിപാടി കഴിഞ്ഞു. ഈ ചൂട്ടുണ്ട്, ടോർച്ചൊന്നും ഇല്ലെന്ന്. ചൂട്ട് കത്തിച്ച് ഇതേപോലെ നടന്ന് ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ കടവിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വിളിക്കണം, അപ്പുറത്തെ വള്ളക്കാരനെ നിങ്ങൾ വിളിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്നൊരു വിളി കേൾക്കും ഇങ്ങോട്ട്. അവിടെ നിന്ന് വിളക്ക് കത്തുന്നു, വള്ളം ഇങ്ങോട്ട് തുഴഞ്ഞ് വരുന്നു. 20-25 മിനിറ്റ് എടുക്കും. ഇവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ അപ്പുറം എത്തുന്നു. പിന്നെ ആദ്യം നമ്മൾ വന്ന് ഇറങ്ങിയ ആ ദ്വീപിലെത്തി. വീണ്ടും നമ്മളൊരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോൾ ബോട്ട് ജെട്ടിയിലെത്തി. ബോട്ട് ജെട്ടിയിൽ ചെന്നൊരു 3 മണിക്കൂർ എന്തോ വെയിറ്റ് ചെയ്തു. 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പം ഏർലി മോർണിംഗ് 5 മണിയുടെ ബോട്ട് വന്നു. അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്തെത്തി. ഈ സ്ഥലം മറ്റൊന്നുമല്ല, എറണാകുളം ചേപ്പനം നെട്ടൂർ. ആദ്യം വന്ന് ഇറങ്ങിയത് ചേപ്പനത്ത്, പിന്നെ രണ്ടാമതൊന്ന് ഇറങ്ങിയത് നെട്ടൂർ. ഇപ്പം നമ്മൾ കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലം, എറണാകുളത്ത് വയറ്റിൽ കഴിഞ്ഞ് കുണ്ടന്നൂർ കഴിഞ്ഞ് നേരെ 2 പാലം കഴിഞ്ഞ് പോകും. ആ പാലം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അന്ന് ഈ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രനാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തൊട്ടടുത്തുള്ള ചില സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ. അപ്പോഴും എൻ്റെ ഈ ശബ്ദങ്ങൾ അനുകരിക്കാനായിട്ട് ഞാൻ ഈ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. 15-20 ശബ്ദം എന്നുള്ളത് മാറ്റി ഓരോ ശബ്ദവും 2-ആയിട്ടും 3-ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. വെറുതെ വാതിൽ തുറക്കുന്ന ശബ്ദമാണെങ്കിൽ ഞാൻ ആദ്യം വാതിൽ തുറക്കും, പിന്നെ രണ്ടാമത് അത് വിജാഗിരിയാക്കും. അങ്ങനെ ശബ്ദത്തിൻ്റെ എണ്ണം കൂട്ടി 50 ശബ്ദം 60 ശബ്ദം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുതിര വരുന്നത് ഒരു ശബ്ദം, അത് കഴിഞ്ഞ് കുതിര കരയുന്ന വേറെ ശബ്ദം, ഇങ്ങനെ അങ്ങനെ പശുവിൻ്റെ ശബ്ദം ഒന്ന്, അപ്പോൾ പശു കിടാവ് കറക്കുക അത് വേറെ ശബ്ദമാക്കി. പിന്നെ അതുപോലെ നമ്മുടെ പാല് കറക്കുന്നത്, ഇങ്ങനെ പല പല ശബ്ദങ്ങൾ അവതരിപ്പിച്ച് അന്ന് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. പിന്നെ ഞാനൊന്ന് ഒറ്റയ്ക്കല്ലേ പോകുന്നത്, 1 മാൻ ഷോ അല്ലേ. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 ശബ്ദങ്ങൾ ഒരുമിച്ച് അവതരിപ്പിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതിനൊക്കെ നല്ല ക്ലാപ്പാണ്. അങ്ങനെയാണ് ഈ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ കൂടുതൽ പ്രോഗ്രാമുകൾ നടത്തിയത്. അങ്ങനെ ഈ നെട്ടൂരിലെയും ചേപ്പനത്തെയും കഥ പറഞ്ഞ പോലെ തന്നെ കൊച്ചി നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ട് ഇതുപോലെ പറയാൻ കഥകൾ. കാരണം നമ്മൾ പണ്ട് ഷൺമുഖൻ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഷൺമുഖൻ റോഡിൻ്റെ ആ റോഡിൻ്റെ പകുതിയുള്ളൂ. പഴയ ആളുകൾക്കെല്ലാം നന്നായിട്ട് അറിയാം. പുതിയ തലമുറ എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ഈ സീലോഡ് ഹോട്ടലായിരുന്നു ഒരു പക്ഷേ. സീലോഡ് ഹോട്ടൽ കാണാനായിട്ട് ദൂരെ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ വന്ന് അവിടെ ബസ് ഇറങ്ങി ഈ ഹോട്ടലിങ്ങനെ മുകളിലോട്ട് കണ്ട് 8 നില 9 നില കണ്ടിട്ട് തിരിച്ചു പോകുന്നു. ഇത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ വരുന്നു. കാരണം ഇത്രയും പൊക്കത്തിലുള്ള ഒരു ബിൽഡിങ് വേറെ കേരളത്തിലില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ആ പഴയ സിനിമകളൊക്കെ നോക്കിയാൽ അനുഭവങ്ങൾ പാളിച്ചകളിലൊക്കെ പ്രവാചകന്മാരെ ആ സിനിമയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും അറിയാം, സത്യൻ മാഷൊക്കെ അതിൽ നടന്നു വരുന്നു. അപ്പോൾ ആ പകുതി ഭാഗമേ ഉള്ളൂ, ബാക്കിയുള്ള മുഴുവൻ കടല. പിന്നെ അത് ഇങ്ങനെ നമ്മുടെ കളക്ടർ അന്ന് ശ്രീ കൃഷ്ണകുമാർ സാറായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു. അതൊക്കെ നികത്തി വരുമ്പോൾ കല്ലിട്ട് അവിടെ പിന്നെ അവസാനം മണ്ണിട്ട് പിന്നെ ആ മണ്ണിലോട്ട് നമുക്ക് ആ സമയത്ത് കുറേയും കൂടെ ഇറങ്ങിയിട്ട് ആ കടലിൽ നിന്നിട്ട് സീലോഡ് ഹോട്ടൽ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ സാധാരണ താഴെ നിന്നല്ലേ കുത്തനെ നോക്കുന്നത്. അങ്ങനെ അവിടെ പോകുമ്പോൾ അവിടെ ഭയങ്കര കാറ്റ് വരുന്നു, കാറ്റത്തും മഴയത്തും നമ്മുടെ കുട വളഞ്ഞ് ഒടിഞ്ഞു പോകുന്നു, ഞങ്ങളിറങ്ങി ഓടുന്നു. അങ്ങനെയുള്ള ഈ കൊച്ചുനാളിലെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ഏരിയ ആയിരുന്നു. കാരണം നമ്മുടെ നാട് വിട്ട് നമുക്ക് അഡീഷണലായിട്ട് കുറേ സ്ഥലം കിട്ടുക ഫ്രീ ആയിട്ട്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നികത്തി ഇടുന്നു. ആ നികത്തുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഡ്രഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കൂടെ ശംഖൊക്കെ വരും. ഈ ശംഖെല്ലാം പോയി പറക്കുക, ചെളിയിലോട്ട് പോകാതെ പറക്കുക. ആ ശംഖൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക.
ഇതൊക്കെ അന്നത്തെ കുട്ടിക്കാലമല്ല 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ പോലും അന്നൊക്കെ അതൊക്കെ പറക്കും ഒട്ടും പുറകിലില്ല നമ്മൾ. അങ്ങനെയുള്ള ഒരുപാട് കാലം. ഇപ്പം നമ്മൾ കുട്ടികൾ ആ മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കുമ്പോൾ, ആ വാക്ക് വേ കൂടെയൊക്കെ നടക്കുമ്പോൾ പറയും ഇതൊക്കെ കടലായിരുന്നു മക്കളെ പണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറക്കൊക്കെ അത്ഭുതമാണ്. എറണാകുളം ആ സുഭാഷ് പാർക്ക്, ആ പാർക്കിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. ആ കറക്റ്റ് എവിടെയാണ് ആ പകുതി എന്ന് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ പോലും മനസ്സിലാവില്ല. അത്ര ഭംഗിയായിട്ടാണ് ഇപ്പോൾ ആ പാർക്കൊക്കെ ഇപ്പം നവീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ വാക്ക് വേ കൂടെയൊക്കെ നടക്കുമ്പം മുമ്പൊക്കെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. കാരണം വിദേശത്തുള്ള ഏതോ വഴികളിലൂടെ നടക്കുന്ന പോലെ ഇപ്പം നമുക്ക് തോന്നും. മോർണിംഗ് വാക്കിനൊക്കെ നമ്മളിപ്പോൾ അതിലെ പോയാലും ചാത്തിയാത്ര റോഡിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അച്ഛൻ പറയുമായിരുന്നു ചിറ്റൂർ റോഡായിരുന്നു ഏറ്റവും വലിയ റോഡ്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു വലിയ റോഡ് വരുന്നുണ്ട്, കുറ്റിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ റോഡ് കാണാൻ പോകും, MG റോഡ്. അപ്പോൾ MG റോഡ് വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയാം അവിടേക്ക് ഇവിടെ ഒരു കുറ്റി അവിടെ ഒരു കുറ്റി ഉണ്ട്, ഇതാണ് എൻ്റെ റോഡിൻ്റെ 70 ഫീറ്റ് റോഡെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ MG റോഡെന്ന് പറയും ഈ റോഡെന്ന് പറഞ്ഞിരുന്നു. പിന്നീടാണ് അവിടെ കെട്ടിടങ്ങൾ ഒന്നൊന്നായിട്ട് വന്നു തുടങ്ങിയത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഈ പറയുന്ന പോലെ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയും അതുപോലെ തന്നെ ഷീമാട്ടിയും ജോസ് ബ്രദേഴ്സും ഒക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കടകൾ. ഇപ്പോൾ ആ കടകളൊക്കെ പോയി അതിന് പകരം പുതിയ പുതിയ കടകൾ വന്നു. പഴയ ഷീമാട്ടി ഇപ്പോഴും ഉണ്ട്, എന്നാലും MG റോഡും ഇതുപോലെ വളരെ തിന്നായി. അന്ന് അത് വളരെ വിശാലം. ഇത്രയും വലിയ റോഡ് എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ചെറുതായി. എങ്കിലും നമ്മൾ ആ പഴയ കൊച്ചി എന്ന് പറയുന്ന, ആ പഴയ എറണാകുളം എന്ന് പറയുന്ന, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയുള്ള എറണാകുളം, ആ മറൈൻ ഡ്രൈവും ആ സീലോഡ് ഹോട്ടലും അവിടെ പോലീസ് കമ്മീഷണർ ഓഫീസും അതൊക്കെ ഭയങ്കര നല്ല ഓർമ്മകളായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സീലോഡ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾ അധികമൊന്നും കയറിയിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യം കയറുന്നത് ഞാൻ 2ലോ 3ലോ പഠിക്കുന്ന സമയത്താണ്. അന്ന് അച്ഛന് കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രൈവറുണ്ട്, ഒരു ചെല്ലപ്പൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നെ ഈ സീലോഡ് ഹോട്ടലിൻ്റെ മുകളിൽ ആദ്യമായിട്ട് ലിഫ്റ്റിൽ കയറിയിട്ട് സീലോഡ് ഹോട്ടലിൻ്റെ മുകളിൽ പോയി. അവിടെ നിന്ന് ചായ കുടിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ കഴിച്ചു. അത് എന്താണെന്നറിയില്ല അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴത്തേക്ക് നോക്കി. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാതെ. അതിനുശേഷം ഇതുവരെ എൻ്റെ മുകളിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗ്ഗലോകത്തെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു സീലോഡ് ഹോട്ടലിൻ്റെ മുകളിൽ. അതുപോലെ ഞാൻ 2ലോ 3ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഈ കവിതാ തിയേറ്റർ. കാരണം അന്ന് മേനക എന്ന് പറഞ്ഞാലും ഇതിന് മുമ്പുള്ള മേനക അല്ല കേട്ടോ. ഇപ്പം മുമ്പ് പലരും കണ്ട മേനകയുണ്ട് AC. അതിന് മുമ്പൊരു മേനക ഉണ്ടായിരുന്നു അവിടെ, ആസ്പെറ്റോസ് വെച്ചൊരു മേനക. അപ്പോൾ ആ മേനക തിയേറ്ററിലും പഴയ പത്മ തിയേറ്ററിൽ അതുപോലെ പഴയ ലക്ഷ്മൺ തിയേറ്റർ ഇതെല്ലാമായിരുന്നു നമുക്ക്. AJ ഹാൾ ഇരിക്കുന്ന സ്ഥലത്ത് പഴയ സീന തിയേറ്റർ, അങ്ങനെ കുറേ പഴയ തിയേറ്ററുകളുണ്ടായിരുന്നു. ആ സമയത്ത് കവിത പോലത്തെ ഒരു തിയേറ്റർ AC എന്ന് പറയുന്ന ആദ്യമായിട്ട് അനുഭവിക്കുന്നത് നമ്മൾ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ 7 രാത്രികൾ ആ സിനിമ കാണാനായിട്ട് ഇതേപോലെ ഫസ്റ്റ് ക്ലാസ്സിന് 2 രൂപ, സെക്കൻഡ് ക്ലാസ് 1 രൂപ, തേർഡ് ക്ലാസ് 50 പൈസ, ബാൽഗണി 3 രൂപ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിലാണ് കയറിയതെന്ന് എൻ്റെ ഓർമ്മ. കാരണം ചവിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ സ്പോഞ്ചാണ് താഴെ. അതുമാത്രമല്ല, നമ്മളിത് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയ ഒരു പ്രതീതിയായിരുന്നു അന്ന്. അങ്ങനെ എന്നെ ഈ ചെല്ലപ്പൻ ചേട്ടനാണ് ആദ്യമായിട്ട് കവിതാ തിയേറ്ററിൽ സിനിമ കാണാൻ കൊണ്ടുപോകുന്നത്. അതും ഇപ്പോഴും ആ കവിതാ തിയേറ്ററിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, ഇത് പണ്ട് നമ്മൾ കണ്ടപ്പോഴുള്ള ഈ വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴുള്ള ലൈറ്റിംഗ് ഒക്കെ മാറുമ്പോഴുള്ള അത്ഭുതങ്ങൾ, ഷേനാസ് തിയേറ്റർ വന്നപ്പോഴുള്ള അത്ഭുതങ്ങൾ. അപ്പം ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മ്യൂസിക് ഇടുക, മ്യൂസിക്കിന് കുറേ കളർഫുൾ ലൈറ്റ് കത്തുക, അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ നമ്മുടെ ഈ നാട്ടിലിപ്പോൾ. അത് മാത്രമല്ല, കർട്ടൻ പോകുന്നതിനൊരു മ്യൂസിക്കുണ്ട്. അപ്പോൾ കർട്ടനിലൊക്കെ കംപ്ലീറ്റ് ലൈറ്റ്സാണ്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് എൻജോയ് ചെയ്യിച്ചിട്ട് സിനിമ തുടങ്ങാറുള്ളൂ എന്നുള്ളതാണ് അന്നത്തെ തിയേറ്ററിലൊക്കെ.
അതൊക്കെ ഇപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഈ സിനിമ കാണാൻ പോക്ക്. അത് മാത്രമല്ല, നമുക്കൊക്കെ അന്ന് മറ്റേ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഇരുന്ന് കാണാനായിട്ട് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പോഴൊക്കെ ഞാൻ ഈ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അന്ന് നസീർ സാറിൻ്റെയൊക്കെ ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിനിമയാണല്ലോ. മറവിൽ തെരുവ് സൂക്ഷിക്കുക, എറണാകുളം ജംഗ്ഷൻ, അജ്ഞാതവാസം, CID നസീർ, ഇങ്ങനൊരു സിനിമകളുടെ ഒരു 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 ശൃംഖല തന്നെയുണ്ട്. എല്ലാത്തിലും അവസാനം CID ആയിരിക്കും നസീർ. അപ്പോൾ രാക്കുയിൽ, അത് പ്രേതത്തിൻ്റെ സിനിമ, ജ്വാല, ഇതൊക്കെ കാണും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മളല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് അച്ഛനടുത്ത് പറഞ്ഞ് അമ്മയടുത്തൊക്കെ പറഞ്ഞ് 1.5 രൂപ കിട്ടിയ സെക്കൻഡ് ക്ലാസ്സിന് പോകാം. അതുപോലെ തന്നെ 2 രൂപയൊക്കെ കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സിന് പോയാൽ നമ്മൾ രാജാക്കന്മാരെ പോലെ കാണുന്നത്. ബാൽക്കണിയിലൊന്നും കയറുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അച്ഛൻ എപ്പോഴും ബാൽക്കണിയിൽ ഇരിക്കുക എന്ന് പറയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അങ്ങനെ ഈ സിനിമകളൊക്കെ ഈ കാണുന്നത് ഈ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിലും 10ാം ക്ലാസ് കാലഘട്ടങ്ങളിലുമാണ്. അന്നൊന്നും ഇങ്ങനെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ എറണാകുളം ജംഗ്ഷൻ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഒരു സിനിമയും വിടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സിനിമ സ്ഥിരം കാണും. അന്നും ഇത്രയും ക്രേസ് എന്തിനാണ് അന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നും നമുക്ക് ഇതിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ടായിരിക്കും അന്നത്തെ ഈ സിനിമകളൊക്കെ കാണാനുള്ള അത്രയും താല്പര്യം നമ്മളെടുത്തത്. അന്നത്തെ ഈ സ്കൂൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പാണ് ഈ സ്കൂൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ അത്രയും തിക്കായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പം മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് സംശയമാണ്. പലരും പറയുമായിരിക്കും. ഞങ്ങളൊരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ 76 ബാച്ച് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി. ഏകദേശം 26-27 പേരെ ഞങ്ങൾ പറക്കിയെടുത്തു അവിടെ നിന്ന്, ഫേസ്ബുക്ക് വഴിയും അങ്ങനെയൊക്കെ. ഞങ്ങൾ എല്ലാ വർഷവും ആനിവേഴ്സറി കൂടാറുണ്ട് ഇപ്പോഴും, അഗസ്റ്റിൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. ഈ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഭാര്യമാരും കുട്ടികളും ഒക്കെയാണ്. ഇതിനകത്ത് ഒരുപാട് പേര് വിദേശത്ത്, അമേരിക്കയിലുള്ളവരുണ്ട്, ഗൾഫ് കൺട്രീസിലുണ്ട്, സിനിമാ രംഗത്തുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. സിനിമാ രംഗത്തുള്ള ലാലിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ ആ നൊസ്റ്റാൾജിക് ഫീലിങ്സ്, അന്നത്തെ അധ്യാപകരുടെ കളി തമാശകളും അധ്യാപകരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോഴും, അത് മാത്രമല്ല, ഞങ്ങൾ ഈ ഒരു 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ ബോയ്സ് എല്ലാം കൂടെ, ബോയ്സ് എന്നാണ് ഇപ്പോഴും പറയുന്നത്, വയസ്സ് ഇത്രയൊക്കെ ആയാലും ഞങ്ങൾ ബോയ്സ് എന്ന് പറയാറുള്ളൂ, AC ബോയ്സ്, അഗസ്റ്റിൻസ് ക്ലബ്ബിലെ ബോയ്സ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കൂടലുണ്ട് ഈ 2-3 മാസങ്ങൾ കൂടുമ്പോൾ. ഒരു വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഇപ്പോഴും ആനിവേഴ്സറി കൂടും. അപ്പോഴൊക്കെ നമ്മൾ ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അന്ന് ഇങ്ങനെ സിനിമക്ക് പലപ്പോഴും പോകുന്ന കട്ടാണ് പോകുന്നത്, വീടറിയാതെ. ഇന്നത്തെ പോലെ അത്രയും ഫ്രീഡം ഇല്ലല്ലോ അന്നത്തെ കാലഘട്ടങ്ങളിൽ. എനിവേ, ഈ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു, ഈ സ്കൂൾ ജീവിതം പലർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഞങ്ങളുടെ ആ ഗ്രൂപ്പ്, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾ കാണാൻ സമയമായിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഫാമിലി എല്ലാം തമ്മിൽ സ്ട്രോങ് ആണ്. എല്ലാവരുടെയും കല്യാണത്തിന് മിക്കവാറും പേര്, 70% പേരും എത്തും. ഓരോരുത്തരും വിദേശത്ത് നിന്ന് ദുബായിൽ നിന്ന് അവരിന്ന് വന്നു കഴിയുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വീണ്ടും കൂടും. അത്രയും പവർഫുള്ളായിട്ടാണ് ഞങ്ങളുടെ ഈ സെൻറ്റ് അഗസ്റ്റിൻസ് സ്കൂൾ, അഗസ്റ്റിൻസ് ക്ലബ്ബ് എന്ന ക്ലബ്ബ് പോകുന്നത്. അതിനകത്ത് അതിൻ്റെ പ്രസിഡൻറ്റ്, ഓരോരുത്തരുടെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലവരുടെയും പേര് വിട്ടുപോകും. എന്നാലും ബാബു മാത്യു ആണ് അതിൻ്റെ പ്രസിഡൻറ്റ്, മാനുവൽ സൺസ്, അതോടെ തന്നെ അതിൻ്റെ മറ്റ് ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്, VG. എല്ലാവരോടും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഞങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഒരുമിച്ചെത്തിയല്ലോ. ഇതിനകത്ത് ആർക്കെങ്കിലും പെട്ടെന്ന് സുഖമില്ലാതെ വരുന്നു, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും പൈസ 25,000, 50,000 തൊട്ട് 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ആയിട്ട് നമ്മൾ സഹായിക്കാറുണ്ട്. വേറെ പുറത്തുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലും സുഖമില്ലാതെ വന്നാൽ ആർട്ടിസ്റ്റുകളെല്ലാവരും വരും, നമ്മുടെ പഴയ മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഞാൻ പറയാം, ഇത്രയും പവർഫുള്ളായിട്ട് ഒരു ക്ലാസ്മേറ്റ്സ് ഇപ്പോഴും പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ ജയിച്ചു. പിന്നീട് അടുത്ത വർഷം എന്താണെന്ന് വെച്ചാൽ ഏത് ദിശയിലോട്ട് തിരിയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ എന്താണ് എൻ്റെ ഫ്യൂച്ചർ, ഞാൻ ഏത് റൂട്ടിലോട്ട് തിരിഞ്ഞാൽ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു സമയം വന്നത് ആ സമയത്ത് മഹാരാജാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു മഹാരാജാസ് കോളേജ്. കാരണം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും, പ്രീ ഡിഗ്രിക്കല്ല എനിക്ക് തോന്നുന്നു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, അപ്പോഴും ഈ വർക്കിയച്ചൻ പേട്ട എന്ന് പറയുന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രൈസ് കിട്ടി 76-ൽ. യെസ്, ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിമിക്രി കാണണം. അപ്പം നമ്മളറിയാമല്ലോ, മിമിക്രി കാണാൻ പണ്ട്
ടൗൺ ഹാളിൽ പോയി രാത്രി പോയി അങ്ങനെ പല സ്ഥലങ്ങളിലും ഒളിച്ചും പാത്തൊക്കെയാണ് ഈ പോകുന്നത്. ഈ മഹാരാജ സ്കൂളിൽ എനിക്ക് കയറാൻ പേടിയാണ്. എൻ്റെ ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ട്, ചേച്ചി പഠിക്കുന്നുണ്ടെങ്കിൽ പോലും മഹാരാജ സ്കൂളിനകത്തോട്ട് എങ്ങനെ കയറും? ഞാൻ വളരെ ചെറുതാണ്, ഷോർട്ടാണ്. ഞാൻ 10 പഠിക്കുമ്പം ട്രൗസർ ഇടുന്നത്. അത്രയും ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് പെട്ടെന്ന് കുറച്ച് പൊക്കം വെച്ചത്. എന്നാലും ഞാൻ പാൻസൊക്കെ ഇട്ടിട്ട് അവിടുത്തെ സ്റ്റുഡൻറ്റിനെ പോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയി. അങ്ങനെ എറണാകുളം അവിടെ മഹാരാജസിലെ മെയിൻ ഹാളിലായിരുന്നു ഈ പ്രസൻറ്റേഷൻ. പുള്ളി തേവര കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷേ പുള്ളീനെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുക. അങ്ങനെ വർക്കീച്ചൻപേട്ടയുടെ മിമിക്രി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ശബരിമലക്ക് പോകുന്ന അയ്യപ്പന്മാരെ കുറിച്ചുള്ള കമൻട്രി. അപ്പം അന്ന് ഈ കമൻട്രി എല്ലാം ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള മിമിക്രികളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ശബ്ദമാണ്. വിഷ്വൽ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. എല്ലാത്തിനും ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ഡോക്ടറിനടുത്ത് നമ്മൾ ചോദിക്കുന്ന പരിപാടി റേഡിയോയിലുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോമഡി പരിപാടി. അതുപോലെ വാർത്തകൾ വായിക്കുന്ന ഒരു ശങ്കരനാരായണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പഴയ ആളുകൾക്കറിയാം. ഈ ശങ്കരനാരായണൻ്റെ വാർത്ത എന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് വായിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്കേ കേൾക്കുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മങ്ങിപ്പോയി. ഈ സിഗ്നൽസ് വളരെ കുറവാണ്. അപ്പോൾ വാർത്തകൾ വായിക്കുന്നത് ശങ്കരനാരായണൻ അങ്ങനെ കേൾക്കുള്ളൂ. ശങ്കരനാരായണൻ എന്ന് കൃത്യം പറയില്ല, അത് തന്നെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ് കേൾക്കുള്ളൂ. അപ്പോൾ പാലം വിമാനത്താവളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ന് രാവിലെ ഇനി പതുക്കെ കേൾക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കേട്ട് നമ്മൾ യൂസ്ഡാണ്. കാരണം നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ളൊരു വാർത്ത കേട്ടിട്ടില്ലല്ലോ ആരും. ഇപ്പോഴാണല്ലോ നമ്മൾ പഴയതും പുതിയതായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഈ വർക്കീച്ചപ്പേട്ട കാണിക്കുന്നത് ഈ ശങ്കരനാരായണന് വയറുവേദന വന്ന് അദ്ദേഹം ഈ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുക. അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ഇതുപോലെയാണ്: ഇന്നു രാവിലെ അടിവയറ്റിൽ ഒരു വേദന തുടങ്ങി, അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ വേദന എന്ന് പറഞ്ഞിട്ട് കയറി. അപ്പോൾ ഇത് ഭയങ്കര അപ്ലോസാണ് അന്ന് ഓഡിയൻസ് ഇങ്ങനെ പറയുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ശബരിമലയിൽ ഇങ്ങനെ നമ്മൾ കറുത്ത ജേഴ്സിയും അതുപോലെ തന്നെ നീല ജേഴ്സിയും ഇട്ടുകൊണ്ട് ഇങ്ങനെ അയ്യപ്പന്മാർ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഞാൻ ആലോചിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വർക്കിച്ചപ്പേട്ട അകത്തു പോയനെ. അന്ന് ഇത്രയും മതേതരത്വവും വർഗീയതയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ. വളരെ പ്രശാന്തസുന്ദരമായൊരു കേരളമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ വീടിനടുത്തുള്ള, ഞങ്ങൾ താമസിക്കുന്ന ഖദീജ ബിൽഡിങ്സിൻ്റെ വീടിനടുത്തുള്ള ഒരു ഷാഫി എന്ന് പറയുന്നവരുടെ ടേപ്പ് റെക്കോർഡറൊക്കെ എന്ന് വലിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അങ്ങനെ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഈ സാധനം അതേപോലെ വീട്ടിൽ ടേപ്പ് റെക്കോർഡറും തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ടേപ്പ് റെക്കോർഡറാണ്. അതേ ഇറങ്ങിയിട്ടുള്ളൂ, മറ്റേ സ്ക്വയർ നമ്മൾ ഇരിക്കുന്നൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ അതിരുന്ന് റിവൈൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ കേൾക്കും. അങ്ങനെ പ്രീ ഡിഗ്രി ജയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യം മഹാരാജാസായിരുന്നു. അങ്ങനെ ഞാൻ മഹാരാജാസിലെത്തി, മഹാരാജാസിലെ ഒരു വിദ്യാർത്ഥിയായി. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കും ഗസ്റ്റായിട്ടാണ്. ഗസ്റ്റല്ല, അദ്ദേഹത്തിൻ്റെ ഗാനമേള എറണാകുളം മഹാരാജാസ് കോളേജിലോ ദർബാർ ഹാൾ ഗ്രൗണ്ടിലോ വെച്ച് നടത്താൻ തീരുമാനിച്ചു.